പുഷ്പ 2 സിനിമയുടെ പ്രദർശനത്തിനിടെ തിയേറ്ററിലെ തിരക്കിലും തിക്കിലും പെട്ട് യുവതി മരിച്ച സംഭവം അറിഞ്ഞിട്ടും നടൻ അല്ലു അർജുൻ സിനിമ കാണുന്നത് തുടർന്നതായി പോലീസ്. യുവതി മരിച്ച വിവരം തിയേറ്ററിൽ വെച്ച് അല്ലുവിനെ പോലീസ് അറിയിച്ചിരുന്നതായി ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു. തിയേറ്ററിൽ നിന്ന് പോകാൻ താരം കൂട്ടാക്കിയില്ല. മടങ്ങുമ്പോൾ ആളുകളെ കാണരുതെന്ന നിർദ്ദേശം പാലിച്ചില്ല. ദുരന്തശേഷവും നടൻ ആളുകളെ അഭിവാദ്യം ചെയ്തു. തെളിവായി തിയേറ്ററിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ഡിസംബർ 4 നടന്ന പ്രീമിയർ ഷോയ്ക്കിടെയാണ് ആന്ധ്ര സ്വദേശിയായ രേവതി തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. അപ്രതീക്ഷിതമായി താരം തിയേറ്ററിലെത്തിയതിനെ തുടർന്നാണ് തിരക്കുണ്ടായത്. സ്ത്രീയുടെ മരണത്തെ തുടർന്ന് അല്ലു അർജുനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും തിയേറ്റർ ഉടമകൾക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനാലാണ് കേസെടുത്തത്. ദുരന്ത വിവരം അറിഞ്ഞ ഉടനെ തിയേറ്റർ വിട്ടെന്നായിരുന്നു അല്ലു അർജുന്റെ വാദം. ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. തിയേറ്റർ വിടാനുള്ള അഭ്യർത്ഥന താരം നിരസിച്ചതായി പോലീസ് പറയുന്നു. ഹൈദരാബാദ് സിറ്റി പോലീസ് കമ്മീഷണർ CV ആനന്ദ് ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. അല്ലുവിന്റെ അടുത്തേക്ക് പോകാൻ തിയേറ്റർ മാനേജർ അനുവദിച്ചില്ലെന്ന് ചിക്കടപ്പള്ളി ACP രമേഷ് കുമാറും പറഞ്ഞു. പോലീസിന്റെ സന്ദേശം താൻ കൈമാറാമെന്ന് തിയേറ്റർ ഉടമ പറഞ്ഞു. സന്ദേശം കൈമാറിയില്ല. താരത്തിന്റെ മാനേജരോട് ദുരന്ത വിവരം പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. അവസാനം താരത്തിനടുത്തെത്തി ദുരന്ത വിവരം പറഞ്ഞെങ്കിലും സിനിമ പൂർത്തിയായ ശേഷം മടങ്ങാമെന്നാണ് പറഞ്ഞതെന്നും ACP പറഞ്ഞു. അല്ലു അർജുന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളെയും പോലീസിനെയും പിടിച്ചു തള്ളിയതായും പോലീസ് പറയുന്നു. താരങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസുകാരായോ ജനങ്ങളായോ കയ്യേറ്റം ചെയ്താൽ കർശന നടപടിയുണ്ടാകുമെന്നും പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. യുവതിയുടെ മരണത്തെ തുടർന്ന് അല്ലുവിനെ പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തിരുന്നു. തെലങ്കാന ഹൈക്കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും രാത്രി ജയിലിൽ കഴിയേണ്ടി വന്നു. അല്ലു അർജുന്റെ സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ തിയേറ്ററിൽ ജനങ്ങളെ കൈകാര്യം ചെയ്ത രീതിയാണ് അപകടത്തിനിടയാക്കിയതെന്നും സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളെ കയ്യേറ്റം ചെയ്തതിനെ തുടർന്നാണ് ലാത്തി വീശേണ്ടി വന്നതെന്നും പോലീസും പറയുന്നു. അതിനിടെ അല്ലു അർജുന്റെ ജൂബിലി ഹിൽസിലെ വീടിന് നേരെ ഇന്നലെ ആക്രമണമുണ്ടായി. അതിക്രമിച്ചു കയറിയ ആളുകൾ വീടിന് കല്ലെറിഞ്ഞു. പൂച്ചട്ടികൾ തകർത്തു. ഒസ്മാനിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ് ആക്രമണം നടത്തിയത്. നടൻ അല്ലു അർജുന്റെ ഹൈദരാബാദിലുള്ള ജൂബിലി ഹിൽസിന് വീടിന് നേരെയാണ് ആക്രമണം. പുഷ്പ 2 സിനിമയുടെ പ്രീമിയറിനിടെ തിക്കിലും തിരക്കിലും പെട്ടു മരിച്ച സ്ത്രീക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് വീടിന് മുന്നിൽ ഒരു സംഘം പ്രതിഷേധിക്കുകയും കല്ലും തക്കാളിയും എറിയുകയും ചെയ്തത് എന്നാണ് വിവരം. ഈ സമയം അല്ലു വീട്ടിലുണ്ടായിരുന്നില്ല. സംഭവത്തിൽ 8 പേരെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അല്ലുവിന്റെ വീടിന് കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു. മുദ്രാവാക്യം വിളിച്ച് പ്ലക്കാർഡുകളുമായി എത്തിയ സംഘം പ്രതിഷേധിക്കുകയും മതിലിന് മുകളിൽ കയറി വീടിന് കല്ലെറിയുകയുമായിരുന്നു. പോലീസ് ഇടപെട്ടതോടെ വലിയ സംഘർഷമുണ്ടായി. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ആരോപണങ്ങൾ നിഷേധിച്ച് കഴിഞ്ഞ ദിവസം അല്ലു അർജുൻ രംഗത്തെത്തിയിരുന്നു. സ്ത്രീ മരിച്ച സംഭവം തികച്ചും അപകടമാണെന്നും അല്ലു പറഞ്ഞു. ഞാൻ നിരുത്തരവാദിത്വത്തോടെ പെരുമാറിയെന്ന് പ്രചരിക്കുന്നു. ഈ ആരോപണങ്ങൾ തെറ്റാണ്. ഇത് അപമാനകരമാണ്. 20 വർഷത്തെ കഠിനാധ്വാനം കൊണ്ടാണ് കരിയറും പ്രതിച്ഛായയും കെട്ടിപ്പടുത്തത്. അത് അട്ടിമറിക്കപ്പെടുമ്പോൾ വേദനയുണ്ടെന്നും അല്ലു പറഞ്ഞു. തിയേറ്ററിൽ വരുന്നതിന് അനുമതിയില്ലെന്ന ആരോപണത്തോടും അല്ലു പ്രതികരിച്ചു. അത് ശരിയല്ല. പോലീസ് തനിക്ക് വഴിയൊരുക്കുകയായിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരമാണ് എത്തിയത്. അനുമതിയില്ലായിരുന്നുവെങ്കിൽ മടങ്ങിപ്പോകാൻ പറയുമായിരുന്നു. താൻ നിയമമനുസരിക്കുന്ന പൗരനാണ്. മനുഷ്യത്വമില്ലാത്തവനല്ല. ആൾക്കൂട്ടമുണ്ടാകുമ്പോൾ ഏത് സെലിബ്രിറ്റിയും പുറത്തിറങ്ങിയ ആളുകൾക്ക് നേരെ കൈവീശി കാണിക്കാറുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്കോ സർക്കാരിനോ എതിരല്ല താനെന്നും അല്ലു അർജുൻ പ്രതികരിച്ചു. അനുമതി നിഷേധിച്ചിട്ടും അല്ലു അർജുൻ പുഷ്പ 2 പ്രദർശിപ്പിച്ച തിയേറ്ററിൽ എത്തിയെന്നായിരുന്നു മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ശനിയാഴ്ച ആരോപിച്ചത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.